കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 376 ആണ്. ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ചാപ്റ്റർ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതിന്റെ റീസൺ മറ്റൊന്നുമില്ല, ഇനി ഇറങ്ങാനിരിക്കുന്ന 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വായിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഒരെണ്ണമാക്കിയിട്ട് നാളെ വേറൊരു എപ്പിസോഡ് ആയിട്ട് റിലീസ് ചെയ്യാമെന്ന് ഓർത്തത്. പിന്നെ ടോക്കിയോ റേഞ്ചേഴ്സ് ഫാൻസാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അതിന്റെ ആനിമി ഉടനെ തന്നെ റിലീസ് ആകുന്നുണ്ട്. അതായത് സീസൺ 4 അത് മാർച്ച് 22-നോ 23-നോ അതിന്റെ റിലീസ് ഡേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. തന്നെ നമ്മൾ മാങ്ക കണ്ടിന്യൂ ചെയ്യത്തില്ല. കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ ആനിമി നമ്മൾ ബൈപാസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം വേസ്റ്റ് ആകും. പക്ഷേ ബോറോട്ടോ 2 ബ്ലൂ വോർട്ടെക്സും അതേപോലെ തന്നെ സോളോ ലെവലിംഗ് സീസൺ 2 കഴിഞ്ഞിട്ടുള്ള ബാക്കി വരാൻ പോകുന്ന മാൻഹോസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. പിന്നെ ജെജെക്കയുടെ കാര്യം ഏകദേശം ഇതേപോലെ തന്നെയാണ്. ജെജെക്കയുടെ സീസൺ 3 ഉടനെ തന്നെ വരുന്നുണ്ട്. എന്തായാലും ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ എന്റെ സ്വപ്നം അത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനും ഗ്രേ ഡിയറി ജോയിൻ ചെയ്തു. എന്നിട്ട് മോർഗനോട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ മോർഗന് അതൊന്നും ഒരു വിഷയവുമല്ല. അവൻ എപ്പോഴും എന്നെ നോക്കി മറ്റുള്ളവരെ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. യാമി മാസ്റ്റർ ലൂഷ്യസ് ഒരു നല്ലവനാണ്. അവൻ ഈ ലോകത്തിനെ സമാധാനത്തിന്റെ പാതയിലേക്കാണ് നയിക്കുന്നത്. പെട്ടെന്ന് തന്നെ യാമി നമ്മുടെ മോർഗനെ നോക്കി ഒരു അറ്റാക്ക് ചെയ്യും. കണ്ടില്ലേ, ലൂഷ്യസ് ആണ് ഈ ഒരു മാജിക് എനിക്ക് തന്നത്. എന്നിട്ട് യാമി ചെയ്തൊരു അറ്റാക്ക് ഉണ്ടല്ല, അത് നമ്മുടെ മോർഗൻ പുള്ളിക്കാരന്റെ ഡാർക്ക് മാജിക് യൂസ് ചെയ്ത് അബ്സോർവ് ചെയ്യും. പണ്ടാരം ഞാൻ എന്ത് ചെയ്തിട്ടും അത് വലിച്ചകത്തേക്ക് എടുക്കുവാണല്ലോ. അല്ലെങ്കിൽ ഡാർക്ക് മാജിക്കിന്റെ പ്രോപ്പർട്ടി തന്നെ അതുമാണ്. പക്ഷെ ഇവന്റെ അത് കുറച്ച് എക്സ്ട്രീം ആണെന്ന് മാത്രം. പിന്നെ നിനക്കറിയാലോ, എന്റെ മാജിക് ലൈറ്റ് ആണ്. പിന്നെ ലൂഷ്യസ് തന്ന ഈ ഒരു ഡാർക്ക് മാജിക് കൊണ്ട് ഞാനൊരു ക്രിയേഷൻ തന്നെ ചെയ്യാൻ പോകുവാണ്. എന്നിട്ട് ഈ ലോകത്തിന് മാസ്റ്റർ ലൂഷ്യസിന്റെ ഇഷ്ടം പോലെ ഒരു സമാധാനമുള്ള ലോകമാക്കി ഞാൻ മാറ്റും. എന്നിട്ട് പുള്ളിയുടെ ലൈറ്റ് മാജിക്കും ഡാർക്ക് മാജിക്കും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ യാമയായിട്ട് അതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ആ ഒരു അറ്റാക്ക് എന്റെ നേരെ വന്നത്. എന്റെ ബ്ലാക്ക് മൂൺ ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് ബ്ലോക്ക് പോലും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇവനിപ്പോ ഒരു ഓപ്പണിംഗ് പോലും ഇല്ല. എനിക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു സമയത്ത് മോർഗൻ ആ ലൂഷ്യസിന്റെ ക്ലോണിനെ കണ്ട് സ്ട്രോങ്ങർ ആണ്. അപ്പൊ തന്നെ മോർഗൻ ചോദിക്കുന്നുണ്ട്, ഇനി നിനക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും യാമി? എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നാച്ച് ഒരു സ്ഥലത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാമി, മോർഗൻ, എനിക്ക് നീയും എന്റെ ബ്രദറുമായുള്ള റിലേഷൻ ഒന്നും അത്ര നന്നായിടൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ആസ്റ്റ് പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് എന്റെ ബ്രദർ ഇവിടെ വലിയൊരാൾ തന്നെയാണ്. ചെയ്യാത്തൊരു കുറ്റത്തിന് എന്റെ ചേട്ടൻ കുറെ അനുഭവിച്ചു. ഇനിയും ഞാൻ എന്റെ ചേട്ടനെ ഒറ്റക്കാകത്തില്ല. അതുകൊണ്ട് ഇവിടെ ചുമ്മാ നിന്നുകൊണ്ട് എനിക്ക് ഇവിടെ ട്രാജിക് പ്രിൻസസ് ഒന്നും ആകാൻ സാധിക്കത്തില്ല. ഞാൻ അവനെ സഹായിക്കാൻ പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിക പുള്ളിക്കാരുടെ ബാറ്റിൽ ഫോമിലേക്ക് മാറും. ഇതേസമയം മോർഗന് യാമിയുള്ള ഫൈറ്റ് നന്നായിട്ട് തന്നെ മുറുകി വരുന്നുണ്ട്. പുള്ളിക്കാരനായിട്ട്, അതായത് നമ്മുടെ മോർഗനായിട്ട് യാമിനെ ഒരു കോർണറിലേക്ക് മാറ്റുന്നു. യാമി, നീ ഇവിടെ തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ, അതായത് നമ്മുടെ മോർഗൻ ഒരു 5 ലൈറ്റ് സ്പീഡിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവിടേക്ക് ഈച്ചി വന്നിട്ട് പുള്ളിക്കാരുടെ ബ്ലാക്ക് സ്റ്റാർ യൂസ് ചെയ്ത് അതെല്ലാം ഡിഫ്ലക്ട് ചെയ്ത് മാറ്റുകയും ചെയ്യും. ചേട്ടാ, ഞാൻ ഇവിടേക്ക് വന്നത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ചേട്ടന്റെ കൂടെ നിന്ന് തന്നെ ഞാനിവിടെ ഫൈറ്റ് ചെയ്യും. ഈജിക, നീ വല്ലാണ്ടങ്ങ് വളർന്നു പോയല്ലോ. നമ്മളെ കാണാൻ ഒരേപോലെ അല്ലെങ്കിലും നമ്മുടെ യുജുട്സും മാജിക്കും ഏകദേശം ഒന്ന് തന്നെയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു കോംബോ അറ്റാക്ക് ചെയ്യും. അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ മോർഗന്റെ നേരെ ചെല്ലുവാണ്. അവനെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ലെങ്കിൽ ആദ്യം അടിച്ച് അവന്റെ ബോധം കളയാൻ നമുക്ക്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നാച്ച് പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. എന്നോട് എല്ലാവരും ക്ഷമിക്കൂ, ഞാൻ ഏറ്റവും എളുപ്പമായ വഴിയാണല്ലേ സ്വീകരിച്ചത്. എനിക്ക് മനസ്സിലായി, കണ്ണുനീര് കൊണ്ട് എനിക്കിവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. ഗാലിയസ്, ഫെലിയസ്, കാനിയസ്, ഇക്വിനസ്, പെട്ടെന്ന് നമ്മുടെ യാമി പറയുന്നുണ്ട്, നീ കുറച്ച് താമസിച്ച് പോയില്ലേ പാർട്ട്ണർ? അവിടേക്ക് നമ്മുടെ നാച്ചും അവസാനം വന്നിട്ടുണ്ട്. നാച്ചു പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാൻ കുറച്ചധികം താമസിച്ചെന്ന് എനിക്കറിയാം. നാച്ചാവട്ടെ കറന്റ് ഇപ്പോൾ 4 ഡെവിൾസിന്റെ പവേഴ്സ് കമ്പൈൻ ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. എനിക്കറിയായിരുന്നു ബ്രദർ, നിനക്കാണ് ഈ കൂട്ടത്തിൽ നിനക്കാണ് ഏറ്റവും കൂടുതൽ ടാലന്റ് ഉള്ളത്. നീ അത് പുറത്തെടുത്തില്ല എന്ന് മാത്രം. എന്നിട്ട് അവരെല്ലാരും കൂടെയുള്ള ഒരു ഓൾ ഔട്ട് ബാറ്റിലാണ് കാണിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതേപോലെയാണ് അവർ 4 പേരും കൂടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ചികയും യാമിയും അതേപോലെ നമ്മുടെ നാച്ചും അവരുടെ ലിമിറ്റ്സ് ഒക്കെ പുഷ് ചെയ്തുകൊണ്ടാണ് ഓരോ നിമിഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ മോർഗൻ പറയുന്നുണ്ട്, ഇംപ്രസീവ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് ഇത് സാധ്യമാകുമെന്ന്. പക്ഷേ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടെ വെച്ച് സർപ്പാസ് ചെയ്യും. അങ്ങനെ അവരുടെ നേരെ നമ്മുടെ മോർഗൻ വരാൻ നേരത്ത് പുള്ളിക്കാരന്റെ ലൈറ്റ് മാജിക് പുള്ളിക്കാരൻ കുറച്ച് വാസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യും. അപ്പൊ നാച്ച് മനസ്സിൽ പറയുന്നുണ്ട്, നിനക്ക് അറിഞ്ഞൂടെ മോർഗൻ, പ്രകാശം എത്രത്തോളം പരക്കുന്നു അത്രയും അധികം തന്നെ നിഴൽ അതിന്റെ പുറകെ പിന്തുടരും. മോർഗൻ, എന്നോട് ക്ഷമിക്കൂ, ഗുഡ് ബൈ. ഈ ഒരു വേദന ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ നേരിടുന്നതായിരിക്കും. അങ്ങനെ മോർഗനെ അവർ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.